നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള പോരാട്ടമാണ് ടേബിൾ ടോപ്പർമാരാവാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ 4 സ്ഥാനങ്ങളിലെത്തിയെങ്കിൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് എത്തൂ എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനോട് ഒറ്റ റൺസിൻ്റെ വിജയം നേടിയത് ഈ SRHന് വലിയ രൂപത്തിൽ ഗുണകരമായി മാറി. അതോടൊപ്പം CSKക്ക് തിരിച്ചടിയുമായി. ഈ ഒറ്റ റണ്ണിൻ്റെ വാല്യൂ ഒരു പക്ഷേ ഇത്തവണത്തെ പ്ലേ ഓഫ് തീരുമാനിക്കുമ്പോൾ വലിയ രൂപത്തിൽ മാറാൻ സാധ്യതയുണ്ട്. വലിയ വാല്യൂ അതിനുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ മത്സരം വിജയിച്ചില്ലായിരുന്നെങ്കിൽ, SRH വിജയിച്ചില്ലായിരുന്നെങ്കിൽ അവർ CSKക്ക് താഴെ തന്നെ തുടർന്നേനെ, ഒരേപോലെയുള്ള കളിയുടെ എണ്ണവുമായേനെ. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു? CSKയേക്കാൾ ആധിപത്യം SRHന് വരുന്നു. CSKക്ക് ഇനിയുള്ള 4 കളികൾ നിർണായകമാണ്. അതിൽ 3 എണ്ണമെങ്കിലും വിജയിക്കണം. 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് വിജയിക്കണം. അത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് CSKയുടെ വരുന്ന മത്സരങ്ങളുടെ ഷെഡ്യൂൾ നോക്കിയാൽ അതൊന്നുകൂടി വ്യക്തമാവും. ചെപ്പോക്കിന് പുറത്ത് കളിക്കുമ്പോൾ അവർ പലപ്പോഴും കാലിടറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. CSKയുടെ അടുത്ത കളിയാവട്ടെ PBKസിനെതിരെ ചെപ്പോക്കിന് പുറത്താണ്. കഴിഞ്ഞ 5 മത്സരങ്ങൾ തുടർച്ചയായിട്ട് PBKസിനോട് തോറ്റിട്ടുള്ള ടീമാണ് CSK എന്ന കാര്യം കൂടി നോക്കുക. പിന്നെ GTക്കെതിരെ കളിക്കണം. അതും അവരെ സംബന്ധിച്ചിടത്തോളം എവേ മത്സരമാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലാണ് ആ കളി നടക്കുന്നത്. പിന്നെ RRുമായിട്ട് ചെപ്പോക്കിലാണ് മത്സരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് അവർക്ക് എവേ മത്സരം കളിക്കാനും പോകണം. ചുരുക്കത്തിൽ CSKയുടെ കംഫേർട്ട് സോണിലല്ല ഈ കളികളൊന്നും എന്നർത്ഥം. നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 10 കളികളിൽ നിന്ന് CSKക്ക് 10 പോയിന്റ്, SRHന് 10 കളികളിൽ നിന്ന് 12 പോയിന്റ്. SRHനേക്കാൾ ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് CSKക്ക് ഉണ്ട്. ഇന്നലെ SRH വിജയിച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒറ്റ റൺസിന് രക്ഷപ്പെട്ടു പോയില്ലായിരുന്നെങ്കിൽ CSK തന്നെ 4ാം സ്ഥാനത്ത് തുടർന്നേനെ. ചുരുക്കത്തിൽ CSKക്ക് ആണ് ഇന്നലത്തെ SRHന്റെ വിജയം ഏറ്റവും അധികം തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ RR 10 കളികൾ 16 പോയിന്റ്, അവർ പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയണം. KKR 9 കളികൾ 12 പോയിന്റ്, LSG 10 കളികൾ 12 പോയിന്റ്, SRH 10 കളികൾ 12 പോയിന്റ്. നല്ല ആധിപത്യം ഇക്കാര്യത്തിൽ KKRനുണ്ട്. ഇന്ന് MIക്കെതിരെയുള്ള കളി കൂടി വിജയിച്ചാൽ അവരും പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെയുള്ളത് ആ 2 സ്പോട്ടാണ്. അതിനു വേണ്ടിയിട്ട് കടുത്ത പോരാട്ടം നടക്കും. അവിടെ ഇപ്പോൾ 10 പോയിന്റുമായിട്ട് ഇനിയിപ്പോൾ CSKയും DCയുമാണ്. പക്ഷേ DC ഒരു കളി അധികം കളിച്ചിട്ടുണ്ട്. PBKസിന് അടുത്ത കളി വിജയിക്കാൻ പറ്റിയാൽ അവർക്കും 10 പോയിന്റ് ആവും. CSK അടുത്ത കളി PBKസിനോടാണല്ലോ. തോൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വല്ലാതെ കുഴഞ്ഞു മറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ചുരുക്കത്തിൽ CSKക്കാണ് ഇവിടെ ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് SRHന്റെ വിജയത്തോടെ. ഇനി രസകരമായ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ IPLൽ ഇപ്പോഴും ഒട്ടുമിക്ക ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ കളികളും വിജയിച്ചാൽ രാജസ്ഥാൻ റോയൽസിന് 24 പോയിന്റിലേക്ക് എത്താൻ പറ്റും. അവരെ പിടിക്കാൻ പിന്നെ മറ്റാർക്കും പറ്റില്ല. എല്ലാ കളികളും വിജയിക്കുകയാണെങ്കിൽ KKRന് 22 പോയിന്റിലെത്താം. അങ്ങനെ എല്ലാ കളിയും വിജയിച്ചാൽ LSGക്ക് 20 പോയിന്റിലെത്താം. അതുപോലെ സൂപ്പർ കിങ്സിന്, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് 18 പോയിന്റിലെത്താം. പിന്നെ SRHന് എല്ലാ കളിയും വിജയിച്ചാൽ 20 പോയിന്റിലെത്താം. DCക്കും PBKസിനും GTക്കും അവരുടെ എല്ലാ കളികളും വിജയിക്കുകയാണെങ്കിൽ 16 പോയിന്റുകളിലേക്ക് എത്താനും പറ്റും. അപ്പോൾ ബാക്കി 2 ടീമുകൾ MIയും RCBയാണ്. അവർക്ക് അവരുടെ എല്ലാ കളികളും വിജയിച്ചാൽ പോലും 16ലേക്ക് എത്താൻ പറ്റില്ല. 14 എത്തുകയുള്ളൂ. അപ്പോൾ ഈ 2 ടീമുകൾ ഒഴികെ ബാക്കി 8 ടീമുകൾക്കും 16 പോയിന്റിലെത്താനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം കൂടി എല്ലാവർക്കും ഈ പറഞ്ഞ പോയിന്റ് കിട്ടും എന്നല്ല പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക. ഇപ്പം ഒരു ടീം എല്ലാ കളിയും ജയിച്ചാൽ മറ്റേ ടീമിന് പിന്നെ എല്ലാ കളിയും വിജയിക്കുന്ന സാഹചര്യം ഇല്ലല്ലോ. അവരവിടെ തോറ്റു പോകുമല്ലോ. അപ്പോൾ അതവിടെ ശ്രദ്ധിക്കണം. പറഞ്ഞു വരുന്നത്, തങ്ങളുടെ മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഇപ്പോഴും ഇവർക്കൊക്കെ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കില്ല. അതാണ് അത് നമുക്കും അറിയാം. പക്ഷേ ഇത് എല്ലാവർക്കും ഇപ്പോഴും സാധ്യത, ആ 2 ടീമുകൾക്കൊഴികെ എല്ലാവർക്കും ഇപ്പോഴും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വരുന്ന ദിവസങ്ങളിൽ ഒരു കടുത്ത പോരാട്ടം തന്നെ ടേബിൾ ടോപ്പർമാരാവാൻ ഇവിടെ നടക്കാൻ പോവുകയാണ്. IPL അതിന്റെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.